11 എടുത്തോ? ഒരു പടം കാണാം. ആ പടത്തിൽ എന്തൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ, നോക്കി വെച്ചോ. നോക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. പേജ് നമ്പർ 11 ആ പടത്തിൽ കൈവക്കണ്ട, നോക്കി വെക്കുക. ഞാൻ ചോദിക്കും, ചോദിക്കുന്നവർ മാത്രം ചില കാര്യങ്ങൾ പറയണം. പടം നോക്കുക, ആ പടത്തിൽ എന്തൊക്കെയുണ്ട്, എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് അവിടെ. കൈ താത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അവിടെ ഒരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു 1 2 3 4 5 ആരോ പോലെ അവിടെ ഈ തടി പലക അടിച്ചിട്ട് വെച്ചിരിക്കുന്നതുണ്ടോ? എത്ര എണ്ണം ഉണ്ടത്? 5. ആ 5 എണ്ണത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കി. നോക്കിക്കേ, വെള്ളം അമൂല്യമാണ്. ഓക്കെ. 2 മരം ഒരു വരം. കണ്ടോ? 3 ഭക്ഷണം പാഴാക്കരുത്. ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും. ഭക്ഷണം, ഭക്ഷണം പറയുമ്പോൾ ഭക്ഷണമെന്ന് പറയണം. ഇതുപോലെ പറയരുത്. ഏത്? ഭക്ഷണമെന്ന് പറയരുത്. ഭക്ഷണം, ഭക്ഷണം പാഴാക്കരുത്. അടുത്ത എന്താ? പൂവ്. നോക്കിക്കേ, വിരൽ വെച്ച് നോക്കിക്കേ. പൂവ് ചെടിയിൽ തന്നെ നിൽക്കട്ടെ. 5-ാമത്തേത് എന്താ പറഞ്ഞിരിക്കണേ? ചപ്പുചവറുകൾ ഇവിടെ മാത്രം ഇടുക. എല്ലാവരും പെൻസിൽ കയ്യിലെടുത്ത്. നിങ്ങൾക്കൊരു പണി വരുന്നു. ആ പെൻസിലെടുത്തല്ലോ, പഠിച്ചു. നിങ്ങൾക്കൊരു പണി വരുന്നു. എന്താ പണിയെന്ന് പറയാൻ പോവാണ്. നിങ്ങൾക്ക് പണി വരുന്നു, ശ്രദ്ധിച്ചോണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണ്ടല്ലോ. ഇവിടെ നോക്കണം. 1 വെള്ളം അമൂല്യമാണെന്ന് കണ്ടോ? ഈ ഒന്നാമത്തെ ബോർഡുണ്ടല്ലോ, ആ ബോർഡ് ഇപ്പുറത്തെ ഈ പടത്തിൽ എവിടെയോ ഒരിടത്ത് വെക്കാനുള്ളതാണ്. മനസ്സിലായോ കാര്യം? ഈ 1 എന്നുള്ള നമ്പര് അതെവിടെ വെക്കണോ അവിടെ ഒരു വട്ടമുണ്ട്, അതിലെഴുതണം. കാര്യം പിടികിട്ടിയോ? 2-ാമത്തെ ബോർഡ് എവിടെ വെക്കണമെന്ന് നോക്കണം, ആ വട്ടത്തിൽ എഴുതണം. 3-ാമത്തേത് ഭക്ഷണം, അതെവിടെ വെക്കണമെന്ന് അതിൽ നമ്പർ എഴുതണം. നമ്പർ മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? അങ്ങനെ 5 വരെ ഒന്ന് എഴുതിക്കേ, നമ്പറിട്ട്. ശരിയാണോ നോക്കട്ടെ. ശരി, ഫിനിഷ്ഡ്. മിടുക്കൻ, വെരി ഗുഡ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇവിടെ എന്താ? ഇത് 4. 4 എന്താ പറഞ്ഞിരിക്കണേ? പൂവ്. വെരി ഗുഡ്. 2 എന്താ? മരം ഒരു വരം. ഓക്കെ, വെരി ഗുഡ്. റെഡി ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 4 പേര് വെച്ചിട്ട് അവർ 4 പേര്, നിങ്ങൾ 4 പേര്, നിങ്ങൾ 4 പേര്, നിങ്ങൾ 4 പേര്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എത്ര പേരായി? 1 2 3 4 പേരേ ആയുള്ളല്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതുണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? പേപ്പർ വേണം. മരം വേണ്ട, മരം അവിടെ ഉണ്ട്. നമ്മൾ മരത്തിൻ്റെ അവിടെ കൊണ്ട് വെക്കും. പേപ്പർ വേണം. പിന്നെന്ത് വേണം? പെയിൻറ്റ് വേണം, അല്ലെങ്കിൽ പെന്ന് വേണം. എഴുതാൻ പെന്ന് വേണം. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവരട്ടെ. എന്തൊക്കെ കൊണ്ടുവരാം? പേപ്പർ കൊണ്ടുവരണം, പെന്ന് കൊണ്ടുവരണം, പെൻസിൽ കൊണ്ടുവരണം. കാര്യം എഴുതുന്നത് വേണമെങ്കിൽ ആദ്യം ഒന്ന് പെൻസിൽ വെച്ച് എഴുതിയിട്ട് അതിൻ്റെ പുറത്ത് കാർഡ് ബോർഡ് വേണം, പെയിൻറ്റ് വേണം. റെഡി? കൊണ്ടുവരട്ടെ? അപ്പം നിങ്ങൾ റെഡി ആയിരിക്കുക. ഞാനിതാ വരുന്നു. എന്തും കൊണ്ട്? ഈ പറഞ്ഞതും കൊണ്ട്. അപ്പോൾ എല്ലാവരും ബുക്കൊക്കെ പുസ്തകം വേണ്ടി വരും. കാര്യം നമുക്ക് അതിനകത്ത് ചിലപ്പോൾ നമുക്ക് എല്ലാ അക്ഷരങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ലാത്തതാണെങ്കിൽ അത് തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങോട്ട് എഴുതേണ്ടി വരുന്നത്. റെഡി? നിങ്ങൾക്ക് എന്തൊക്കെ വേണം ഇപ്പോൾ പറഞ്ഞേ? പേപ്പർ വേണം, കട്ടിയുള്ള പേപ്പർ. ഇയാൾ പറഞ്ഞു കാർഡ് ബോർഡ് വേണമെന്ന് പറഞ്ഞു. ഉണ്ട്, കാർഡ് ബോർഡ് ഉണ്ട്, ഇടയ്ക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ഏത്? കാർഡ് ബോർഡ് എടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. 4 പേർക്ക് കൂടെ ഒന്നാണ്. നിങ്ങൾ ഓരോ ഗ്രൂപ്പും ഓരോന്നാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും?
ഇത് നിങ്ങൾ തന്നെ ആയിരിക്കും ഇത് സ്കൂളിൻ്റെ ഓരോ സ്ഥലത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി കൊണ്ടുവയ്ക്കും. ബുക്കൊക്കെ മാറ്റി വെച്ച് സൈഡിലോട്ട് വെച്ചേ, അത് വെച്ചോ വെച്ചോ. റെഡി? തുടങ്ങാം തുടങ്ങാം. അല്ല, നമുക്കിപ്പോൾ അവിടെ 5 എണ്ണം ഉണ്ടല്ലേ? 5 എണ്ണം ഉണ്ടോ? ഒരു കാര്യം ചെയ്തേ, എഴുന്നേറ്റേ, ഇവിടെ വന്നിരുന്നു. വാ, ഇവിടെ വന്നിരുന്നു. ഒരാൾ, ഇയാൾ അവിടെ ഇരുന്നു, അവിടെ ഗ്രൂപ്പ്. ഇയാൾ ഇറങ്ങി ഇവിടെ വിട്ടിരുന്നേ. അപ്പോൾ 2 പേരായി. അവിടുന്ന് ഒരാൾ വരണേ. ഒരാൾ വരണേ. ഇവിടുന്ന് ഒരാൾ വരണേ. ഇവിടുന്ന് 3 പേരല്ലേ ആയുള്ളൂ. വാ വാ, ഇവിടെ ദേ, നിങ്ങൾക്ക് 3 പേർ കൂടി അവിടെ ഇരുന്നു. റെഡി? അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം. പെൻ 1, പെൻ 2, പെൻ 3, പെൻ 4, പെൻ 5 തരാം. വെയിറ്റ്. ഓരോ ഗ്രൂപ്പിന് ഓരോ പേപ്പർ കിട്ടിയോ? ഇനി നമ്മൾ ഇതിനകത്ത് ഭംഗിയായിട്ട് ഈ കാര്യം എഴുതാൻ പോവുകയാണ്. ഇത് എത്രത്തോളം ഭംഗിയാക്കാമോ അത്രയും ആക്കണം. പല കളറിട്ട് ചെയ്യാം. ക്രയോൺസ് ഒക്കെ ഇട്ട് ചുറ്റും വരയ്ക്കാം. എന്ത് വേണോ ഭംഗിയാക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചുറ്റും എന്തെങ്കിലും ഒരു ഫ്രെയിം വരയ്ക്കുന്നു, നടുക്ക് ഈ കാര്യം എഴുതുന്നു. ഇതിൽ നിങ്ങൾ ഈ കമ്പ് എഴുതി കഴിഞ്ഞിട്ട് ഈ കമ്പ് ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് നിങ്ങളാണി വയ്ക്കുന്നു. നിങ്ങളാണി വയ്ക്കുമ്പോൾ ഞാൻ കൂടെ കാണും. കാര്യം ആണി വയ്ക്കുമ്പോൾ പറയണം. കാര്യം ഈ ആണിയൊക്കെ കൈ കുത്തി കയറിയാൽ പിന്നെ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലൊക്കെ പോയി പിന്നെ വലിയ ഓപ്പറേഷനൊക്കെ നടത്തേണ്ടി വരുമോ? ഇല്ലല്ലേ? എങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെ വയ്ക്കുന്നു, ഇതിങ്ങനെ വയ്ക്കുന്നു, ഞാൻ കൂടെ വരാം. ആദ്യം ഒരാണി ഇത് വെച്ചിട്ട് അടിക്കുന്നു, അടുത്ത ആണി എടുത്തിട്ട് അതും അടിക്കുന്നു. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇതിൽ നമ്മൾ എഴുതുന്നു. എഴുതി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ജാഥയായിട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരവരെഴുതി വച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ 3 പേര് കൂടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ 3 പേരും കൂടി അവിടെ കൊണ്ട് ഇത് ഉറപ്പിച്ചു വയ്ക്കും. റെഡിയാണോ? അതിന് നമ്മൾ എന്ത് ചെയ്യും? മഴ വീണാൽ ഒലിച്ചു പോകാത്ത പെന്നിട്ട് എഴുതണം, പെയിൻ്റ് ഇട്ട് എഴുതണം. ഇതൊന്നും വേണ്ട. ഇല്ലെങ്കിൽ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ പ്ലാസ്റ്റിക് കവർ കിട്ടൂലേ, വേസ്റ്റ് നമ്മൾ കളയുന്നത്, അത് ഇതിൻ്റെ പുറത്ത് കവർ ചെയ്യാം. ഓക്കെ, എന്ത് വേണം ചെയ്യാമല്ലോ? റെഡിയാണല്ലോ? റെഡി.